ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നല്ലൊരു ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് രണ്ട് സീനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഫുൾ വിശേഷം ഇടുന്നത് കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഫുൾ വിശേഷം നമ്മുടെ മഴതോറും മുമ്പേ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ഒന്ന് തന്ന് സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ടൊക്കെ നിൽക്കുകയാണ്. അത്യാവശ്യം പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ എപ്പിസോഡ് പ്രൊമോ ഒന്ന് ഇടട്ടെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം കാണിക്കുന്നത് എൻ്റെ നമ്മുടെ ടോണിയാണ്. അതായത് നമ്മുടെ മാമച്ചൻ്റെ അടുത്ത് നമ്മുടെ ഗ്രേസമ്മയുടെ അടുത്തും വന്ന് മാപ്പ് അപേക്ഷിക്കുന്ന നമ്മുടെ ടോണിയുടെ കുറച്ച് സീനൊക്കെയാണ്. അപ്പോൾ മാമച്ചൻ നല്ല രീതിയിൽ ടോണിയോട് സംസാരിക്കുന്നുണ്ട്. കാരണം നീ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ നിനക്ക് ഓർമ്മയില്ല, പക്ഷേ ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഞങ്ങളത് ക്ഷമിക്കും. പക്ഷേ വേറൊരു കാര്യം, നീ ഒരിക്കലും ഒരു മകൻ മരിച്ച വിഷമത്തിലിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള മാതാപിതാക്കളെടുത്ത് ഇതുപോലെയൊന്നും നീ പോയി സംസാരിക്കരുത്. നിനക്കറിയാമോ, ഇപ്പോൾ എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഷെറിൻ ഈ വീട്ടിലുണ്ടാകും, ഈ പറഞ്ഞ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് നിനക്കറിയുമെന്ന് ചോദിച്ചു. ഒരിക്കലും ഒരു മാതാപിതാക്കളെടുത്തും, ഞങ്ങൾ ഇത്രയും ദുഃഖമേറി നിൽക്കുന്നവരാണ്. ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ച മകനാണ് ഞങ്ങളുടേത്. ആ മകൻ്റെ കാര്യം പറഞ്ഞ് നീ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് സംസാരിച്ചൊരു രീതി ഞങ്ങൾക്കത് വളരെയേറെ വിഷമം ഉണ്ടാക്കി. പക്ഷേ എങ്കിലും ഞങ്ങൾ ക്ഷമിക്കും എന്നൊക്കെ പറയണം കേട്ടോ. ടോണി പറഞ്ഞു, പിന്നെ മാമച്ചനങ്ങളെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ക്ഷമ യാചിക്കാനല്ലാണ്ട് ഇനി അതിനൊരു സൊല്യൂഷൻ ഇല്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട്, ടോണി നീ പറഞ്ഞല്ലോ ടോണി നീ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നീ പറഞ്ഞായിരുന്നു എൻ്റെ മകൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് നിനക്കറിയാമെന്നും ആ കുഞ്ഞൊരു ഓർഫണേജിലുണ്ട്, പക്ഷേ ഞങ്ങളുടെ അടുത്ത് പറയില്ല എന്ന്. അപ്പോഴേക്കും ടോണി പറഞ്ഞു, ആൻറ്റി ഇല്ല ആൻറ്റി, ഞാനത് എൻ്റെ അപ്പോഴത്തെ ആ ഒരു ഇതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒന്ന് വാശിപ്പുറത്ത് പറഞ്ഞതാണ്, എനിക്ക് സത്യത്തിൽ അറിയില്ല ആൻറ്റി എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ നമ്മുടെ രേവതി കുട്ടിയുടെയും മാമച്ചൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസമ്മയുടെയൊക്കെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ട് വാടിപ്പോവാണ്. അത് കഴിഞ്ഞപ്പോൾ ടോണി പറഞ്ഞു, ഞാൻ ആ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് എത്ര സമയം എടുത്തിരുന്നാലും ഞാൻ ആ കുഞ്ഞിനെ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരാൻ എന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് നിങ്ങളും എൻ്റെ ഒപ്പം നിന്നാൽ മാത്രം മതി, എല്ലാം ക്ഷമിച്ച് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. എന്തായാലും ആ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് ഞാൻ എത്ര പരിശ്രമിച്ചിട്ടാണെങ്കിലും കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗ്രേസമ്മ പറഞ്ഞു, ടോണിക്കറിയാവോ, എൻ്റെ മകൻ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് ഇത്രയും നാളായി. ആ മകൻ്റെ ഒരു ജീവൻ ആ കുഞ്ഞിൻ്റെ കൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ ടോണി, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ഒരു രീതിയിലോട്ട് ഞങ്ങൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടോണി അവരുടെ അടുത്ത് ക്ഷമയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പ്രൊമോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും നമ്മൾ ആ കഥ പറയുമ്പോൾ അതിൻ്റേതായ ഒരു രീതി തന്നെ പറയണമല്ലോ. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി അവരെ രണ്ടുപേരെ ആശ്വസിപ്പിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നേരെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ്. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നമ്മുടെ രോഹിത് റെഡി ആയിട്ട് നിൽക്കണം. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോവാം? അപ്പോൾ രോഹിത് പറഞ്ഞു, ഇന്നല്ലേ പ്രിൻസിപ്പൾ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞേ. ആണോ? അപ്പം ബബിത ചോദിച്ചു, ഒറ്റയ്ക്കാണോ പോകണേ രോഹിയായിട്ട്, അച്ഛൻ വരില്ലേന്ന് ചോദിച്ചു. അച്ഛനെ ഞാൻ വിളിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, അലീന ചേച്ചീനെ കൊണ്ടുപോകാനാണല്ലോ പറഞ്ഞേക്കണത്, അതുകൊണ്ട് അലീനയും കൂട്ടി പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അച്ഛൻ ജ്വല്ലറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന റെഡിയായി വന്നു. എന്നിട്ട് ചോദിച്ചു, എടി ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ബബിതയെന്ന് ചോദിച്ചു അലീന. അപ്പോൾ ബബിതയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അലീന നല്ല ചേരുന്ന കറക്റ്റ് അളവിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ബബിത പതുക്കെ കണ്ണൊക്കെ മാറ്റിയിട്ട്, എനിക്കറിയില്ല, കണ്ണാടി നോക്കാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ രോഹിത് പറഞ്ഞു, അലീന ചേച്ചി സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അത് നിനക്ക് ഇത്രയും സെലക്ഷനൊക്കെ ഉണ്ടോടി ബബിത എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. അത് എന്നിട്ട് നീ ഇടുന്ന ഡ്രസ്സൊക്കെ ഒരു തരം കോഞ്ഞ ഡ്രസ്സാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ രോഹിയേട്ടാ മിണ്ടാതിരുന്നോണമെന്ന് നമ്മുടെ ബബിത പറയുകയാണ്. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും കൂടെ പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭാകരനും നമ്മുടെ ശിവശങ്കരനും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ്. അവർ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം പക്ഷേ സുഭാഷ് എന്ന പേരുള്ള ഒരാൾ പറഞ്ഞ് പ്രഭാകരനുമായിട്ട് സംസാരിച്ച് വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു മീറ്റിംഗാണ്. അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ പ്രഭാകരൻ ഒരു ഓട്ടോറിക്ഷയിൽ വരികയാണ്. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശിവശങ്കരൻ ഞാനാണ്
ഞാനാണ് ഹരിയുടെ അച്ഛനെന്നും ഞാൻ ഒരുപാട് വലിയ ഇതായിട്ട് ഫോർമാലിറ്റി ഒന്നും കാണിക്കില്ല, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം, നിങ്ങളധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല പ്രഭാകര എന്ന് പറഞ്ഞു നമ്മുടെ ശിവശങ്കരൻ. അപ്പം പറഞ്ഞു അങ്ങനെ സാറ് പറയല്ലേ, ഈ കാണൽ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. അതെ, ഞാനൊരു ഹരിയുടെ ഒരു അച്ഛൻ തെറ്റ് ചെയ്ത ആ ഒരു മകൻ്റെ ഒരു അച്ഛനാണ്. ആ ഒരു ഇത് എനിക്ക് തരണം പ്രഭാകരൻ. കാരണമെന്ന് വെച്ചാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ദിവസങ്ങളായി ഒന്ന് ഉറങ്ങിയിട്ട് കൂടി എന്നൊക്കെ കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും പ്രഭാകരൻ പറഞ്ഞു, അതെ എൻ്റെ അവസ്ഥ സാറൊന്ന് ആലോചിക്കണം. സാർ നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ ഇന്നിപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണു. ഒരു ഇത്രയും ക്രൂരത ചെയ്ത ആ ഹരിയെന്ന് പറയുന്നവൻ്റെ അച്ഛനായ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അവന് വേണ്ടിയിട്ട് നിങ്ങൾ യാചിക്കണേന്ന് പറഞ്ഞു. ഞാനൊരു അച്ഛനായി പോയില്ലേ പ്രഭാകര, ഞാൻ അവനെ ജനിപ്പിച്ച് പോയില്ലേ, ആ ഒരു കൺസിഡറേഷൻ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പ്രഭാകരൻ പറഞ്ഞു, സാർ എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും ഞാൻ ഒരിക്കലും അവന് മാപ്പ് കൊടുക്കില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മോളും ഒന്നും തന്നെ. കാരണം അവൻ സ്നേഹിച്ച പെൺകുട്ടിയെ മറ്റു കൂട്ടുകാർക്കും കൂടെ കാഴ്ച വെച്ച് പിച്ച് ചീന്തിയവനാണ് അവൻ. ഒരിക്കലും ഞാൻ അവനോട് പൊറുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, പ്രഭാകര എനിക്കറിയാം നിങ്ങൾ രോഹിത്തിന് മാപ്പ് കൊടുത്തില്ലേ, ബാലചന്ദ്രൻ്റെ മകൻ രോഹിത്തിന് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രഭാകരൻ പറഞ്ഞു, അവനൊരു മാപ്പപേക്ഷ എഴുതി ഞങ്ങളുടെ കയ്യിൽ തന്നു. സാർ എന്ത് വർത്താനം ഈ പറയണത്, നിങ്ങൾക്കറിയാവോ ഈ രോഹിത് എന്ന് പറഞ്ഞവൻ അവൻ എൻ്റെ മകളുടെ ശരീരത്ത് തൊടാത്തതിന് ഈ ഹരിയും അവൻ്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് അവനെ എൻ്റെ മകളുടെ മുന്നിലിട്ട് അന്ന് തല്ലി. അതെൻ്റെ മകൾക്ക് അറിയുകയും ചെയ്യാം, അത് തന്നെയാണ് അവൾ കോടതിയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് അവൻ നിരപരാധിയായിട്ട് പുറത്തിറങ്ങിയെന്ന് പ്രഭാകരൻ പറഞ്ഞു. പക്ഷേ അവന് 1000 പ്രാവശ്യം ഞാൻ മാപ്പ് കൊടുത്തിരുന്നാലും നിങ്ങളുടെ മകന് ഞാൻ ഒരു പ്രാവശ്യം പോലും ഞാൻ മാപ്പ് കൊടുക്കില്ല. അവനെ എൻ്റെ കൺമുമ്പിൽ കണ്ടാൽ ഞാൻ അവനെ കൊല വിളിക്കും എന്ന രീതിയിൽ തന്നെ പ്രഭാകരൻ ദേഷ്യത്തോടെ പറയണം കേട്ടോ. അപ്പം നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, എനിക്കറിയാം പ്രഭാകര, ഒരു ലോകത്ത് ഒരാൾക്കും എൻ്റെ മകനെ പോലെയുള്ള ഒരു ക്രിമിനലിൻ്റെ കൂടെ ക്ഷമിക്കാനോ അല്ലെങ്കിൽ പൊരുത്തപ്പെടാനോ പറ്റില്ല. എനിക്കറിയാം പ്രഭാകരൻ്റെ ഫീലിങ്സും നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ ആ മാനക്കേടും ആ കുഞ്ഞിൻ്റെ ഭാവി, അതായത് ശരണ്യയ്ക്കുണ്ടായ ആ കുട്ടിയുടെ ഭാവി പോലും നശിപ്പിച്ച് കളഞ്ഞത് ഒരു ക്രൂരമായ കാര്യം തന്നെ പ്രഭാകര, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കാര്യങ്ങൾ സംസാരിക്കണം. അതായത് ശിവശങ്കരൻ പറഞ്ഞു, എനിക്ക് വേറെ എൻ്റെ മകൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാനോ ഒന്നുമല്ല, എനിക്ക് ഒരേ ഒരു കാര്യം, അതായത് എൻ്റെ മോൻ ആവർത്തിച്ച് പറഞ്ഞു, അതായത് ശരണ്യെ 2 കൊല്ലം മുന്നേ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അത് നിങ്ങൾ ശരണ്യയോടൊന്ന് സംസാരിക്കണം. കാരണം ഇല്ലാത്തൊരു തെറ്റ് എൻ്റെ മകനിലോട്ട് ആരോപിക്കരുത്. ആ ഒരു അപേക്ഷയായിട്ടാണ് ഞാൻ വന്ന. പോക്സോ കേസിൽ നിന്നും എൻ്റെ മകനെ നിങ്ങൾ ഒഴിവാക്കി തരണം. നിങ്ങളെ മകള് അതല്ല എന്നെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ 2 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എൻ്റെ മകൻ ഹരിയും നിങ്ങളുടെ മകളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അവനെ ആ ഒരു കേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മകളുടെ ചോദിച്ചിട്ട് അതിൽ നിന്നും അവനെ ഒഴിവാക്കി തരണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളെ വേറെ അവൻ നിരപരാധിയാണെന്നോ എന്നൊന്നും ഞാൻ പറയാനോ അപേക്ഷിക്കാനോ അല്ല വന്നത്. ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പ്രഭാകരൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, എൻ്റെ മകളുമായിട്ട് എനിക്ക് ആലോചിക്കണം, ഞാൻ വീട്ടിലെല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ സാറിനെന്ന് പ്രഭാകരൻ ചോദിക്കണം. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഇല്ല എനിക്കിത് മാത്രമേ ഉള്ളൂ, ഈ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, ഒരു തരിയെങ്കിലും ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ പ്രഭാകര, മാസങ്ങളായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് ഒരു അച്ഛൻ എന്ന രീതിയിൽ. ശിവശങ്കരൻ ശരിക്കും പ്രഭാകരൻ്റെ മുന്നിൽ കാല് പിടിച്ച് അപേക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ പറയാൻ നോക്കണം എന്നുള്ള രീതിയിലൊക്കെ ശിവശങ്കരൻ പ്രഭാകരനോട് പറയണം. എന്നിട്ട് പ്രഭാകരൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സഹായം ഞാൻ ചെയ്തു തരാമെന്ന്. അപ്പോഴേക്കും പ്രഭാകരൻ ചോദിച്ചു, അല്ല സാറ് എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അല്ല നിങ്ങൾക്ക് പണമായിട്ട് 5, 10, 20 എത്ര വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രഭാകരൻ പറഞ്ഞു, സാറിന് ഇപ്പം നിലവിലുള്ളതും സാറിൻ്റെ കുടുംബക്കാരതും മൊത്തം വിറ്റാലും നിങ്ങളുടെ താഴ്വഴിയിലൂടെ ഉള്ളത് വിറ്റിരുന്നാലും എൻ്റെ മോളുടെ
മോളുടെ മാനത്തിന് വില മതിപ്പാവൂല എന്ന രീതിയിൽ തന്നെ പ്രഭാകരൻ ശിവശങ്കരനോട് പറയുകയാണ് കേട്ടോ. കാരണം മാനത്തിന് വില പറയണ ഒരു രീതിയിലായിപ്പോയി. പക്ഷേ ശിവശങ്കരൻ അത് വേറൊന്നും അർത്ഥത്തിലല്ല, പക്ഷേ എങ്കിലും അങ്ങനെ പ്രഭാകരൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതൊരു ഇതായിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയും അലീനയാണ് പ്രിൻസിപ്പൽ അച്ഛനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നീയാണല്ലേ രോഹിത്ത്, എന്തായാലും ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്, പക്ഷേ നല്ല രീതിയിൽ കൂടെ അല്ല എന്നുള്ളത് മാത്രം, കുപ്രസിദ്ധിയിലൂടെ എന്നിങ്ങനെ പറയണം. അങ്ങനെ ഇതേ സമയം പ്രിൻസിപ്പൽ അച്ഛൻ കാര്യങ്ങളൊക്കെ പറയണം. അതായത് ഡിസിപ്ലിനറി ആക്ഷൻ കമ്മിറ്റിക്കാരോട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ച് നിൻ്റെ കാര്യത്തിൽ ഞാനൊരു ഇളവ് തരാണ് എന്ന് പറയണം. അത് കേട്ടപ്പോൾ നമ്മുടെ രോഹിത്തും അതുപോലെ തന്നെ അലീനയും ഞെട്ടുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ന് വരെ ഈ കോളേജിൽ ഇങ്ങനെ അതായത് ഒരു തീരുമാനം ആക്ഷൻ കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ തീരുമാനത്തിന് ഒരു മാറ്റവും വരുത്തില്ല. കാരണം ഇത് ആദ്യമായിട്ടാണ്. അത് നിനക്ക് വേണ്ടി ഞാൻ അവരുടെ മുന്നിൽ സംസാരിക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ, അതായത് വേറൊന്നുമല്ല, എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ഈ നിൽക്കുന്ന പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതെൻ്റെ മനസ്സിന് വല്ലാത്തൊരു അടിയായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന വല്ലാണ്ട് ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ല, കാരണം എന്ന് വെച്ചാൽ നിൻ്റെ ജീവിതം, അതായത് നീ കോടതിയിൽ നിരപരാധിയാണെന്ന് കോടതി വിധിക്കും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. ആ ഉറപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ കമ്മിറ്റിയോട് സംസാരിച്ചത്. നീ തെറ്റ് ചെയ്യാത്ത ഒരു നിരപരാധിയായ പയ്യനാണ് നമ്മൾ, കാരണം ആ ഒരു പയ്യൻ്റെ ഭാവി നശിച്ചു പോകരുത് എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ഒടുവിൽ അച്ഛൻ നമ്മുടെ പിന്നെ രോഹിത്തിന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് നിന്നെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യില്ല, പകരം നിനക്ക് 1 മാസത്തേക്ക് സസ്പെൻഷൻ തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ കോളേജിൻ്റെ ഒരു റൂളാണ്. ഇപ്പോൾ തന്നെ നിനക്ക് 2 മാസത്തെ ക്ലാസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി 1 മാസം കൂടെ ആകുമ്പോൾ മൊത്തം 3 മാസത്തെ ക്ലാസ്സാണ് പോകുന്നത്. അതുകൊണ്ട് നീ വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് പഠിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാക്കണം. കാരണം നീ ഡിഗ്രി ഫൈനൽ ഇയറാണ്, നിൻ്റെ ഭാവി നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത്ത് 2 കൈകളും കൂപ്പിക്കൊണ്ട് തന്നെ, അച്ഛൻ ഞാൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആഴം എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇനി ഒരിക്കലും ഞാനൊരു ചീത്ത കൂട്ടുകെട്ടി പോവുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ഞാൻ പോകത്തില്ല എന്നുള്ള വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് ആക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, നീ നിൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഇതൊരു പാഠമായിട്ട് തന്നെ നീ എടുക്കണം. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം ഇത് നിനക്കൊരു പുതിയ ജന്മമാണ്, നിൻ്റെ ഭാവിയിലെ ഏറ്റവും ടേണിംഗ് പോയിൻ്റാണിത്. അത് നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ഭാവി ഇത്രയും വർഷം നീ പാഴായി പോവില്ല മോനെ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നീ പഠിച്ച് നല്ലൊരു നിലയിലെത്തും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ ഈ കോളേജിലെ കമ്മിറ്റിക്ക്, അച്ചടക്ക കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് മേലാണ് നിനക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇളവ് തരുന്നത്, അത് നീ മറക്കരുത്. അപ്പോൾ ഒരിക്കലും ഇല്ല അച്ഛൻ എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് രോഹിത്ത് കരഞ്ഞുകൊണ്ട് എന്നെ 2 കൈകളും കൂപ്പിക്കൊണ്ട് അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കും, ഈ നിൽക്കുന്ന നിൻ്റെ ആരാണെന്ന് ചോദിക്കും. അപ്പം അലീന പറയും, ഞാൻ അവൻ്റെ ചേച്ചിയാണെന്ന് പറയും. അപ്പം അല്ല, ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഈ നിനക്ക് ആരാ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെയെന്ന് ചോദിക്കും. അപ്പം അലീന പെട്ടെന്ന് പറയും, അത് ബ്രിജാമ്മ പറഞ്ഞു തന്നെന്ന് പറയും. അതാരാന്ന് ചോദിക്കും. അത് എൻ്റെ ഓർഫണേജിലുള്ള ആ ഒരു അമ്മയാണ്, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറയും. ഓർഫണേജിലോ? എൻ്റെ വളർത്തമ്മയെന്നാണ് പറയണത് അലീന. അപ്പോൾ നീ അപ്പോൾ ഓർഫണേജിൽ എങ്ങനെ, നീ ഇവൻ്റെ ചേച്ചിയാണെന്നല്ലേ പറഞ്ഞു, അപ്പോൾ നിന്നെ വളർത്തിയത് അവരെങ്ങനെയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അലീന കാര്യങ്ങളും അലീനയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. അതായത് ഞാനൊരു ഓർഫണേജിലാണ് വളർന്നത്, എനിക്ക് 23 വയസ്സാണ്. ഇപ്പോൾ 1.5 വർഷം മുന്നെയാണ് ഞാൻ ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്നത്. എനിക്ക് ഒരു കുടുംബത്തിലെ പോലെ ഒരു അംഗവും ഒരു സ്ഥാനവും ഇപ്പോൾ അവർ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ചേച്ചി എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ രോഹിത്തിനോട് ചോദിക്കും, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കും. അതേ വെച്ചാണ് രോഹിത്തും പറയണത്. അങ്ങനെ അലീനയോട് ഫാദറിന് ഒന്നും കൂടെ ഒരു മതിപ്പ് തോന്നുന്നു. എന്നിട്ട് ഫാദർ പറയുന്നുണ്ട്, നീ എനിക്ക് ചമ്മട്ടി കൊണ്ട് ഒരു അടി തന്നതുപോലെയാണ്, അത് എൻ്റെ മർമ്മത്ത മോളെ കൊണ്ടേന്ന് പറയും. അപ്പോഴേക്കും അലീന തൊഴുതുകൊണ്ട് പറയും,
അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അന്ന് ആ സമയത്ത് ആ രോഹിത്തിൻ്റെ ഭാവി നശിച്ചു പോകും, അല്ലെങ്കിൽ അച്ഛൻ ഒരു ഇളവ് പോലും തരുന്നില്ല എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. അച്ഛൻ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഫാദർ പറഞ്ഞു, ഒരിക്കലും എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല മോളെ, കാരണം ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നീ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ മുള്ളുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അതായത് യേശു ക്രിസ്തു പറഞ്ഞു, ഒരു വേശ്യയെ കണ്ട് നിന്ന സമയത്ത് പാപം ചെയ്യാത്തവർ ആ വേശ്യയെ കല്ലെറിയാനായിട്ട് പറഞ്ഞു. അവിടെ തെറ്റ് ചെയ്യാത്ത ലോകത്ത് ഒരു വ്യക്തികൾ പോലുമില്ല. അങ്ങനെയുള്ളവർ ആ പാപം ചെയ്ത ആളിന് കല്ലെറിയാനായിട്ട് പറഞ്ഞു എന്നുള്ള ഒരു മീനിങ് വെച്ചാണ് അലീന അന്നത് പറഞ്ഞത്. അതായത് അച്ഛന് ഒരു ഇച്ചിരിയെങ്കിലും ഒരു അലിവ് കാണിച്ചുകൂടെ എന്നുള്ള രീതിയിൽ അതെന്നെ വല്ലാണ്ട് എന്ന് വെച്ചാൽ ആ പറഞ്ഞത് കാഠിന്യമല്ലല്ലോ മോളെ, കരുണയാണ് വലുതെന്ന് നമ്മളെ പഠിപ്പിച്ചത് യേശു ക്രിസ്തു അല്ലേ. നീ എൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്തത്. നിൻ്റെ നാവിൽ നിന്നും വന്ന ആ സമയത്ത് ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു. അത് എൻ്റെ തന്നെ മാറ്റിമറിച്ചു. നമുക്ക് ചില അധികാരങ്ങൾ കിട്ടും, ആ അധികാരങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ മാറ്റിക്കളയും എന്നൊക്കെ ഉള്ള രീതിയിൽ ഫാദർ അലീനയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഒരു ഓർഫനാണ് എന്നറിഞ്ഞ സമയത്ത് അറിഞ്ഞപ്പോൾ എനിക്ക് നൗ ഐ ഫീൽ ലോട്ട് ഓഫ് റെസ്പെക്റ്റ് ഫോർ യു എന്നിങ്ങനെ ഫാദർ അലീനയോട് പറയണം കേട്ടോ. അപ്പോൾ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഒരു അനാഥയാണ് എന്നാണോ പറഞ്ഞു വരുന്നത് മോളെ? അപ്പോൾ അലീന പറയും അതേന്ന് പറയും കേട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ മുഖം ഒരു വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല. അപ്പോൾ അലീന പറഞ്ഞു, എനിക്കറിയാം എൻ്റെ അച്ഛൻ ആരാണെന്നും എൻ്റെ അമ്മ ആരാണെന്നും അറിയാമെന്ന്. അപ്പം രോഹിത്തിൻ്റെ മുഖമൊക്കെ വല്ലാണ്ടാവുകയാണ് കേട്ടോ. അലീന ചേച്ചി ആ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമാണ് എന്നൊന്നും രോഹിത്തിന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും എന്ത് തന്നെ ആയിക്കോട്ടെ മോളെ, പക്ഷേ നിന്നെപ്പോലെയുള്ളവർ ഇപ്പോൾ എന്നെപ്പോലെയുള്ള ചില അധികാരികളുടെ മനസ്സിന് ഇതുപോലെയുള്ള ഒരു അടി തരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം വേറൊന്നുമല്ല, അങ്ങനെയെങ്കിലും അവരുടെ ആ മനസ്സിൽ ചില അധികാര ഇതിലൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും. അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഇതുപോലെയുള്ള ഒരു അടി കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. പക്ഷേ നീ ഒരാൾ കാരണമാണ് എൻ്റെ മനസ്സിൽ ആ മാറ്റം വന്നത്. ആ മാറ്റമാണ് ഇന്ന് നമ്മുടെ രോഹിത്തിന് കോളേജിൽ തിരിച്ചു കയറാൻ പറ്റിയത് എന്നുള്ള കാര്യം അച്ഛൻ പറയുകയാണ്. കാരണം മറ്റുള്ളവർ അവർ ഈ അച്ചടക്ക കമ്മിറ്റിക്കാരുടെ അടുത്ത് ഫാദർ പോയി സംസാരിച്ചപ്പോൾ അവർ പല ക്വസ്റ്റ്യങ്ങളും ചോദിച്ചായിരുന്നു. കാരണം നമ്മുടെ കോളേജിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ, കാരണം അവൻ നിരപരാധി ആണ് എന്ന് കോടതി വിധിച്ചായിരുന്നു. ആ നിരപരാധിയായ പയ്യൻ്റെ ജീവിതം നമ്മളായിട്ട് കളയരുത്. കാരണം ആ പീഡനത്തിനിരയായ പെൺകുട്ടി നേരിട്ട് കോടതി പറഞ്ഞു, എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ രോഹിത്തിന് വേണ്ടിയിട്ട് ബാധിച്ചു എന്നുള്ള രീതി പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് കേട്ടാണ് കമ്മിറ്റിക്കാർ ഇങ്ങനെ ഒരു മാസത്തെ സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് രോഹിത്തിന് കോളേജിൽ തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് അനുമതി കൊടുത്തത്. അങ്ങനെ അലീനയും നമ്മുടെ രോഹിത്തും അച്ഛൻ്റെ മുന്നിൽ ഒരുപാട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സീനാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ആ ഒരു സീനോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നാളെ വൈജയന്തി ആ വീട് വിട്ട് പോകണു, നമ്മുടെ ബബിത തടഞ്ഞു നിർത്തണു, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുൾ വിശേഷം എല്ലാവരും ഒന്ന് കേൾക്കുക. നമ്മുടെ വീഡിയോസ് കേട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ലൊരു ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റ.